നമസ്കാരം, എല്ലാവർക്കും അമ്മാസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ബീട്രൂട്ട് പച്ചടിയാണ് തയ്യാറാക്കുന്നത്. അതിനുള്ള ചേരുവകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. 2 മീഡിയം സൈസ് ബീട്രൂട്ട് കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു നാളികേരത്തിൻ്റെ പകുതിയും ഒരു നുള്ളി ജീരകവും ഒരു വെളുത്തുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കട്ട തൈരാണ്, അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. ഉപ്പ്, കടുക്, വെളിച്ചെണ്ണ, ആവശ്യത്തിന് പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടട്ടെ. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് ചേർത്ത് കൊടുത്ത മീഡിയം ഫ്ലെയിമിലായിരിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയം നമുക്ക് കറിയിലോട്ട് ആവശ്യമുള്ള പച്ചമുളകും വേപ്പിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ് ചേർത്തിരിക്കുന്നത്. അത് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം ഇതിനാവശ്യമായ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. സ്വല്പം ഉപ്പ് ചേർത്താൽ മതി. അരപ്പിൽ നമ്മൾ ഉപ്പ് ചേർത്താണ് അരക്കുന്നത്. ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. എണ്ണയിലിട്ട് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. അധികം താമസമില്ല. കൊത്തി എരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ചെറുതായിട്ട്. ഇനി നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു നുള്ളോളം ചെറിയ ജീരകം എടുത്തിട്ടുണ്ടായിരുന്നു. 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി ചേർത്ത് സ്വല്പം ഉപ്പും കടുകും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇത് അരച്ചെടുക്കണം. നന്നായിട്ട് അരയണം. അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഈ സമയം ബീട്രൂട്ട് നന്നായിട്ട് മുരിഞ്ഞിരിക്കണം. എന്നിട്ട് അരപ്പ് കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കുക. ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് യോജിപ്പിക്കുക. എല്ലായിടവും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അരപ്പും ബീട്രൂട്ടും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പുളി നോക്കി തൈര് ചേർക്കുക. ഇത് ആവശ്യത്തിന് പുളിയുള്ള, അധികം കട്ട പുളിയൊന്നുമുള്ള തൈരല്ല ഞാനെടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നല്ലൊരു സ്വാദിഷ്ടമായ കറിയാണിത്. ഞാനിവിടെ തേങ്ങ ചേർത്താണ് ഉണ്ടാക്കുന്നത്. തേങ്ങ ചേർക്കാതെയും ഈ കറി പലരും ഉണ്ടാക്കാറുണ്ട്. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് തേങ്ങ ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴും. നന്നായിട്ട് കുറുകി വരുന്ന സമയമാണ് ഇതിൻ്റെ പാകം. ഇപ്പോൾ ചെറുതായിട്ട് തിള വരുന്നുണ്ട്. നല്ല രീതിയിൽ ഇത് തിളച്ച് വരുന്നതാണ് ഇതിൻ്റെ പാകം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതൊരു നല്ല രീതിയിൽ കുറുകി വരും. അതാണ് ഈ കറിയുടെ പാകം. ഇപ്പോൾ ഈ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതാണ് ഈ കറിയുടെ പാകം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഈ കറി. നല്ലൊരു ബീട്രൂട്ട് പച്ചടിയാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ലൈക്കും കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി.